എല്ലാവർക്കും KB ടേസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മലയാളികളുടെ ഇഷ്ട വിഭവമായ മാങ്ങ മുളക് കറിയാണ്. പക്ഷേ പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് കുറച്ച് ചേരുവകൾ കൂടി ചേർത്ത് വെറൈറ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് വലിയൊരു ചെനച്ച മാങ്ങയാണ്. എൻ്റെ അയൽവാസി തന്ന ഒരു മാങ്ങയാണിത്. അതിനുവേണ്ടി മാങ്ങയൊക്കെ തൊലി കളഞ്ഞ് നമുക്കിങ്ങനെ മുറിച്ചെടുക്കാം. ചോറിനൊപ്പം കഴിക്കാൻ ഇതിലും മികച്ച കൂട്ടാൻ വേറെ ഇല്ല എന്ന് തോന്നുന്നു. മാങ്ങയൊക്കെ നാം ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് ചെറുതാക്കി അരിയേണ്ടതുണ്ട്. അതിനായി നമുക്കിങ്ങനെ ചെറുതായ രീതിയിൽ കട്ട് ചെയ്യാം. ഇത് വലുതാക്കി എരിഞ്ഞാലും നമുക്ക് ഈ കറി ഉണ്ടാക്കാം. അച്ചാറിന് എരിയും പോലെ എരിഞ്ഞാണ് ഞാൻ ഇന്നിവിടെ ഈ കറി ഉണ്ടാക്കുന്നത്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമുക്കതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് അതിലേക്കൊരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പിടുക. അതൊന്ന് വറുത്ത് ശേഷം നമുക്കൊരു ടീസ്പൂണോളം അരി, ഏതരിയാലും മതി. ഞാൻ ഇന്നിവിടെ എടുത്തത് മട്ട അരിയാണ്. ഇതെടുത്ത് വറുക്കുക. അതിലേക്ക് കുറച്ച് കരിവേപ്പിലയും ഇട്ട് നമുക്ക് ഒന്ന് ഇളക്കി മൊരിയിച്ചെടുക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ അരിക്കൂട്ട് ഇവിടെ വറുത്തെടുത്ത് കഴിഞ്ഞു. നമുക്കിത് മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കണം. ഇതിന് മുമ്പായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർക്കാം. വെള്ളവും ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. വറുത്ത ഉഴുന്നിൻ്റെയും അരിയുടെയും കൂടെ മുളക് പൊടിയും ചേർത്ത ഈ മിശ്രിതത്തിന് നല്ലൊരു സ്മെല്ലാണ്. ഇത് കറിയിൽ ചേർക്കുമ്പോഴോ കറിയുടെ രുചി പറയുകയും വേണ്ട. അതിനുവേണ്ടി ഞാനിവിടെ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ നല്ലവണ്ണം ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കടുകിടാം. അതിനൊപ്പം തന്നെ നമുക്ക് കുറച്ച് അര ടീസ്പൂൺ ഉലുവയും ഇട്ട് 4-5 വറ്റൽ മുളകും ഇതിലേക്ക് ചേർക്കാം. ശേഷം നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ മിക്സി ജാറിലുള്ള ബാക്കി അരപ്പും കൂടെ വെള്ളം ചേർത്ത് നമുക്കിതിലേക്ക് ഒഴിക്കാം. ഇത് നല്ലൊരു മുഴുത്ത കറിയായിരിക്കും. കാരണം ഇതിൽ ഉഴുന്നും അരിയും വറുത്തരച്ചതാണല്ലോ നമ്മൾ ചേർത്തത്. ഇതിലേക്ക് വെള്ളം ആവശ്യമാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർക്കാം. ഇതിലേക്ക് കുറച്ച് പുളി ചേർക്കേണ്ടതുണ്ട്. ഞാൻ ആദ്യമേ തന്നെ ഇത് വെള്ളത്തിലിട്ടായിരുന്നു. നമുക്കിതിൻ്റെ വെള്ളം കൂടി ഇതിലേക്ക് ചേർക്കാം. ഇതിൻ്റെ നാരൊക്കെ പിഴിഞ്ഞെടുത്തതിന് ശേഷം ചേർക്കുക. ഇനി നമുക്കിത് നല്ലവണ്ണം രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. മുഴുത്ത കറി ആയതുകൊണ്ട് കട്ട കെട്ടാൻ സാധ്യതയുണ്ട്. നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് തിള വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച മാങ്ങ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർക്കാം. മാങ്ങ കഷ്ണങ്ങൾ ആദ്യമേ ചേർക്കുന്നില്ല. ചെറിയ കഷ്ണങ്ങളാക്കിയാണല്ലോ നാം അരിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ലാസ്റ്റ് ചേർത്താൽ മതിയാകും. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. പലഹാരമായാലും കറിയായാലും ഇത്ര നാടൻ വിഭവങ്ങളാണ് ഈ ചാനലിൽ ഉണ്ടാവുക. അതുകൊണ്ട് ഇത്തരം വീഡിയോ ഇഷ്ടമുള്ളവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യണേ. ഇതിലേക്ക് കുറച്ച് ശർക്കര കൂടി ചേർത്താൽ നന്നായിരിക്കും. ഞാനിവിടെ ചേർക്കുന്നില്ല. വറ്റൽ മുളകിൻ്റെ എരിവും മാങ്ങയുടെ പുളിയും മധുരവും കൂടി ഒത്തുചേരുമ്പോൾ ഈ കറിക്ക് പ്രത്യേക ഒരു സ്വാദാണ്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇതിലേക്ക് പ്രത്യേകമായിട്ട് വേറെ വറവിടുന്നില്ല. ആദ്യമേ തന്നെ നമ്മൾ വറവിട്ട് കഴിഞ്ഞതാണല്ലോ. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില മുകളിലിടാം. ഇത് കാണുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്.